അസ്സലാമലൈക്കും. ഹായ്. ഈത്തപ്പഴത്തിൻ്റെ നാട്ടിലിപ്പോൾ വിളവെടുപ്പ് കാലമാണ്. ഇതിന് നല്ല ചൂട് വേണം പാകമാവണമെങ്കിൽ. അപ്പോൾ ഇന്നലെ ഇക്കയുടെ ഒരു ഫ്രണ്ട് കൊണ്ടു തന്നതാണ്. പാത്രം നിറയെ ഉണ്ടായിരുന്നു. ഞാനും ഫാമിലിയും ഒരുപാട് കഴിച്ചു. നല്ല മധുരം, ഇതിൽ ഒരുപാട് പോഷകങ്ങളുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം, അതുപോലെ അച്ചാറുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇതേറ്റ് അച്ചാറുണ്ടാക്കിയാലോ? ആദ്യം നല്ല കഴുകി വൃത്തിയാക്കാം. കഴുകി വെച്ച ഈത്തപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റു സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, കറിവേപ്പില, പൊടികൾ 1.5 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഉലുവ പൊടിച്ചത്, 1 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങയുടെ നീര്, കായപ്പൊടി, എണ്ണ, കടുക്, വറ്റൽമുളക്, ഉലുവ. ഇത്രയും സാധനങ്ങളാണ് ഡേറ്റ്സ് പിക്കിളിന് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം കടുക്, ഉലുവ, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, പച്ചമുളക്, പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ കുറച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കരിയാൻ പാടില്ല. ഇനി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ആയതിനു ശേഷം ഈത്തപ്പഴം ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഉപ്പും എല്ലാം പാകമാണെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കണേ.
എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണേ. അസ്സലാമു അലൈക്കും.